ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ സോഷ്യൽ മീഡിയ വളരെയധികം ചർച്ച ചെയ്ത ഒരു കണ്ടന്റ് ആയിരുന്നു രേണുസുതിയും കിച്ചുവും തമ്മിലുള്ള ചാറ്റ്. ആ ചാറ്റ് ലീക്ക് ഔട്ട് ചെയ്തുകൊണ്ട് രേണുസുതി ചെയ്ത ആ ഒരു വീഡിയോ, ഏകദേശം 12 മിനിറ്റുള്ള ആ ഒരു വീഡിയോ പൂർണ്ണമായിട്ട് ഞാൻ കണ്ടതാണ്. പക്ഷേ ഞാൻ ആ ഒരു വീഡിയോ എൻ്റെ ചാനലിൽ കണ്ടന്റ് ആക്കണ്ട എന്ന് തീരുമാനിച്ചിരുന്നു. അതിന് വ്യക്തമായിട്ടുള്ളൊരു കാരണമുണ്ടായിരുന്നു. ആ കാരണം പറയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ എൻ്റെ മോണിറ്റൈസ് ആയിട്ടുള്ള ചാനലിനകത്തല്ല അപ്ലോഡ് ചെയ്യുന്നത്. ഇതെൻ്റെ സെക്കൻഡ് ചാനലാണ്. ഇതിനകത്ത് സബ്സ്ക്രൈബേഴ്സിൻ്റെ കൗണ്ടും മറ്റു കാര്യങ്ങളും നോക്കിയ ശേഷം മാത്രമേ നീ രേണുവിനെ വിറ്റ് ക്യാഷ് ആക്കാൻ ശ്രമിക്കുന്നോടാ എന്നുള്ള കമൻറ്റ് ദയവ് ചെയ്ത് ഇവിടെ ഇടാവുള്ളൂ. കാരണം രേണുസുതിയെക്കുറിച്ച് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ അറിയാതെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അന്നേരം രേണുസുതിനെ സപ്പോർട്ട് ചെയ്യുന്ന ധാരാളം ആളുകൾ രംഗത്ത് വരുന്നുണ്ട്. ആ ആളുകളോടാണ് എനിക്ക് പറയാനുള്ളത്, ഈ വീഡിയോ ദയവ് ചെയ്ത് പൂർണ്ണമായിട്ടും കാണുക. അതിനുശേഷം മാത്രം നിങ്ങളുടെ കമൻറ്റ് ഇവിടെ രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്ന് ഞാൻ എന്തുകൊണ്ട് ആ ഒരു വീഡിയോ ചെയ്തില്ല? ആ ഒരു വീഡിയോ ചെയ്യാത്തതിൻ്റെ റീസൺ അത് രേണുസുതി തന്നെയാണ്. കാരണം കിച്ചുവിൻ്റെ വീഡിയോ വരെ ഞാൻ എടുത്തു വെച്ച് റിയാക്ട് ചെയ്തു. അതിനുശേഷം രേണുവിൻ്റെ ഈ ഒരു വീഡിയോ, ആ 12 മിനിറ്റ് വീഡിയോ ഞാൻ പൂർണ്ണമായിട്ട് ഇരുന്ന് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, രേണു ഇനി അധിക കാലം നിലവിൽ മറച്ചു വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും മറച്ചു വെക്കാൻ തയ്യാറാവില്ല. ഈ ഒരു ഫൈറ്റ് മൂർച്ഛിച്ചു വന്നാൽ. രേണു ഇന്നലെ തന്റെ വീഡിയോയ്ക്കകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, കിച്ചു നമുക്ക് രണ്ടുപേർക്കും മാത്രം അറിയാവുന്ന പല കാര്യങ്ങളും ഉണ്ട്, അത് നീ എന്നെ കൊണ്ട് പറയിക്കരുതെന്ന്. രേണു ആ പല കാര്യങ്ങളിൽ ചിലതൊക്കെ അവരുടെ സുഹൃത്തുക്കളിൽ പലരോടും പറഞ്ഞിട്ടുണ്ട്. അവർ വഴി എനിക്കറിയാം, എന്നെപ്പോലെ നിരവധി യൂട്യൂബേഴ്സിനറിയാം. രേണു ഒന്ന് വാ തുറന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ കിച്ചു എന്ന് പറയുന്ന ആ ഒരു ചെറുപ്പക്കാരൻ പൊതുജന മധ്യത്തിൽ അനഭിമതനായി മാറും. അതോടുകൂടി തന്നെ ഈ രണ്ടു പേരും അല്ലെങ്കിൽ ഈ ഒരു ഫാമിലി തന്നെ പൊതുജന മധ്യത്തിൽ ചീഞ്ഞു നാറുവാനുള്ള സകലമാന കാര്യങ്ങളും രേണുസുതി ഹൈഡ് ചെയ്ത് വെക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വിഷയത്തിൽ പ്രതികരണവുമായിട്ട് രംഗത്ത് വരാഞ്ഞത്. എനിക്ക് വേണമെങ്കിൽ രേണുസുതിയുമായിട്ട് റിലേറ്റ് ചെയ്ത് ഈ ഒരു കണ്ടന്റ് ചെയ്തു കഴിഞ്ഞാൽ നല്ല വ്യൂസും കിട്ടും, അതിൽ നിന്ന് എനിക്ക് പണവും സമ്പാദിക്കാം. പക്ഷേ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താവുമെന്ന് കൃത്യമായിട്ടുള്ള ബോധ്യം എനിക്കുണ്ട്. എന്നെപ്പോലെ മറ്റ് നിരവധി വ്ളോഗേഴ്സ് ഉണ്ട്. പക്ഷേ അവർക്ക് ഇതെല്ലാം ഒരു കണ്ടന്റ് ആണ്. അങ്ങനെ അതൊരു കണ്ടന്റ് ആക്കാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു. കാരണം ഇപ്പോൾ രേണുസുതിയുടെ സിറ്റുവേഷൻ, അവർ ക്യാൻസറിന്റെ ചികിത്സയുടെ ഭാഗമായിട്ട് കീമോയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്ത് ഇത്തരത്തിലുള്ള സ്ട്രെസ്സും കാര്യങ്ങളും വരുമ്പോൾ എങ്ങനെയായിരിക്കും ആ സ്ത്രീ റിയാക്ട് ചെയ്യുന്നതെന്ന് എനിക്ക് ഡൗട്ടുണ്ട്. ഉറപ്പായിട്ടും അവർ ഇത്രയും നാളും സുധി എന്ന് പറയുന്നത് തൻ്റെ ഹസ്ബൻഡിനോടുള്ള ആ ഒരു സ്നേഹത്തിൻ്റെ പുറത്ത് ഹൈഡ് ചെയ്ത് വെച്ച പല കാര്യങ്ങളും പബ്ലിക്കിൽ വന്ന് തുറന്ന് പറയാണ്ട് തയ്യാറാകും. അങ്ങനെ തയ്യാറായി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് അത് എത്രത്തോളം വലുതാണ് എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ ഒരു ടോപ്പിക് എടുക്കാതെ വരുന്നത്. എന്തായാലും ഇന്ന് എൻ്റെ ചാനലിനകത്ത് ആകെപ്പാടെ 2 വീഡിയോ ചെയ്തിട്ടുള്ളൂ. നമ്മുടെ ഹെലനോസ്പാട്ട മദ്യപിച്ച് വാഹനം ഓടിച്ചതിൻ്റെ പേരിൽ പോലീസ് അറസ്റ്റ് ചെയ്ത ആ ഒരു വീഡിയോ, പിന്നെ മറ്റൊന്ന് ഖാദർ കരിപ്പൊടിക്കെതിരെ റിഫയുടെ ആത്മാവ് താനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്ന് അവകാശപ്പെടുന്ന റൂഹി ജാൻ എന്ന് പറയുന്ന ഒരു മേഡം നടത്തിയ കുറേയധികം വെളിപ്പെടുത്തലുകൾ. ഈ 2 സബ്ജക്റ്റ് ആയിരുന്നു ഞാനിന്ന് ചെയ്തത്. അതിനാണ് വ്യൂസും മറ്റു കാര്യങ്ങളൊന്നുമില്ല. ഏകദേശം 10-70 പേരാണ് ആ 2 വീഡിയോയും കൂടി കണ്ടത്. 70 വ്യൂസ് ഒരു വീഡിയോയ്ക്കും, ഒരു വീഡിയോയ്ക്ക് 64 വ്യൂസും. അത്ര മാത്രമേ എനിക്ക് കയറിയിട്ടുള്ളൂ. ഇന്ന് ഞാൻ ആ ഒരു സബ്ജക്റ്റ് ചെയ്തിരുന്നുവെങ്കിൽ എനിക്ക് നല്ല രീതിയിലുള്ള വ്യൂവർഷിപ്പ് ഇന്ന് എൻ്റെ ചാനലിനകത്ത് കയറുമായിരുന്നു. എനിക്ക് നല്ല രീതിക്കുള്ള ബോധ്യമുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ രേണുസുതിയുമായി ബന്ധപ്പെട്ട ഒരു കണ്ടന്റ് ചെയ്തപ്പോൾ ഏകദേശം 17,000 പേരാണ് ആ ഒരു വീഡിയോ കണ്ടത്. അതിലൂടെ എനിക്ക് തരക്കേടില്ലാത്ത ഒരു റവന്യൂവും കിട്ടി. പക്ഷേ ഇന്ന് ഞാൻ ഈ ഒരു സബ്ജക്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ അതിൽ കൂടുതൽ ആളുകൾ അത് കണ്ടിരുന്നുവെങ്കിൽ എനിക്ക് അതിൽ നിന്ന് വരുമാനം കിട്ടുമായിരുന്നു. പക്ഷേ എന്തോ എനിക്കിന്ന് അത് ചെയ്യാണ്ട് തോന്നുന്നില്ല. ഒന്ന് എൻ്റെ വെൽവിഷർ ആയിട്ടുള്ള ഒരു ചേച്ചി ഈ വീഡിയോ എനിക്ക് അയച്ചു തന്ന ശേഷം പറഞ്ഞു, എടാ നീ ഇത് ചെയ്യരുത്, ചെയ്തു കഴിഞ്ഞാൽ റിസ്ക്കാന്ന് പറഞ്ഞു. കാരണം ആ ഒരു കുടുംബം എന്നേക്കുമായിട്ട് തകരും. അതേപോലെ തന്നെ എൻ്റെ വീട്ടിൽ നിന്നും പറഞ്ഞു, എടാ ഇത് ചെയ്യരുത്, നിനക്കറിയാവുന്ന പല കാര്യങ്ങളും നീ അറിഞ്ഞു വെച്ചുകൊണ്ട് ഈ ഒരു സബ്ജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ അവരുടെ ആ കുടുംബത്തിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ രേണുസുതി ഉറപ്പായിട്ട് ഇത് വിളിച്ചു പറയും. അത് ആ ചെറുക്കന് നാണക്കേടാണ്, ആ ഒരു കുടുംബത്തിന് നാണക്കേടാണ്. അതുകൊണ്ട് അത് ചെയ്യരുത് എന്ന് എന്നോട് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ ഒരു ടോപ്പിക് എടുക്കാത്തത്. എന്നെ വെച്ച് രേണുസുതി കണ്ടന്റ് ഞാൻ അവസാനിപ്പിച്ചു എന്നല്ല പറഞ്ഞത്. അവരുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചെറിയ ചെറിയ കണ്ടന്റുകൾ വരുമ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും എടുത്തു വെച്ച് ചെയ്യും. അതിന് കാരണമുണ്ട്. ആ ഒരു കണ്ടന്റ് വെച്ച് എടുത്തു വെച്ച് ചെയ്താലേ ആളുകൾ കാണാനായിട്ട് എൻ്റെ ചാനലിലേക്ക് വരത്തുള്ളൂ. അങ്ങനെയുള്ളപ്പോൾ എനിക്ക്
കിട്ടുന്ന ടോപ്പിക്കെല്ലാം എടുത്ത് വെച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. എനിക്ക് രേണുസുതി മാത്രമല്ല ടോപ്പിക്കായിട്ട് കിട്ടുന്ന കണ്ടന്റുകൾ. നല്ല റീച്ച് കിട്ടുന്ന സബ്ജക്റ്റുകൾ വേറെയുണ്ട്. ആ സബ്ജക്റ്റുകൾ ഞാൻ ചെയ്യാറുണ്ട്. അത് പൊളിറ്റിക്സ് ആയാലും ശരി, മറ്റെന്തെങ്കിലും ഒരു കണ്ടന്റ് ആയിട്ടും. അങ്ങനെയുള്ള സബ്ജക്റ്റുകൾ ഞാൻ ചെയ്യാറുണ്ട്. രേണുസുതി കണ്ടന്റ് മാത്രമല്ല ഞാൻ ചെയ്യാറുള്ളത്. പക്ഷേ ഈ ഒരു ടോപ്പിക്ക് അതെന്തുകൊണ്ടോ എനിക്ക് ചെയ്യാണ്ട് തോന്നിയില്ല. അതുകൊണ്ട് മാത്രം ഞാൻ ചെയ്തില്ല. ആ ഒരു കാര്യത്തിൽ വിശദീകരണം നൽകാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പറഞ്ഞത് മറക്കണ്ട, ഈ ചാനൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.